എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ പോസിറ്റീവായിരുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾ, മേജർ ഇൻഡെക്സുകളെല്ലാം തന്നെ 4% ബെറ്ററായിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറിയ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് ഇഷ്യൂസിൽ കുറേയൊക്കെ ഡയലൂഷൻ വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും മുമ്പ് തന്നെ കുറച്ച് തുടങ്ങുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഈ ഇമ്പാക്റ്റ് മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ, ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ളൊരു മാസീവ് സെൽ ഓഫിന് ശേഷം 0.8% മാത്രമാണ് നേട്ടം കൊയ്യാനായിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിന്. ഇന്ത്യൻ മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ ഈ ആഴ്ചയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു വളട്ടൈൽ നെഗറ്റീവ് ബയാസോട് കൂടിയുള്ളൊരു സെൻറ്റിമെൻ്റാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണ്. ജമ്മു കാശ്മീരിലുണ്ടായിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വലിയ രീതിയിൽ വഷളാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് രണ്ട് എക്കണോമികളിലും ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. പാകിസ്ഥാനിൽ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു നിജർക്ക് റിയാക്ഷനാണ് വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, വാറുണ്ടാവുകയാണെങ്കിൽ, ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട് രാജ്യങ്ങളെയും നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ശക്തി കുറഞ്ഞ രാജ്യത്തെ ആയിരിക്കാം. പക്ഷെ രണ്ട് രാജ്യങ്ങൾക്കും നെഗറ്റീവ് തന്നെയാണ്. ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റത്തിൻ്റെ പാതയിലായിരുന്നു. പക്ഷേ ഈ ടെററിസ്റ്റ് അറ്റാക്ക് തീർച്ചയായിട്ടും അതിന് ഒരു റോഡ് ബ്ലോക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം വലിയ രീതിയിൽ അഗ്രസീവായിട്ടൊരു യുദ്ധം വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും ക്രാഷ് എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. കറണ്ട് ലെവലിൽ നിന്നൊരു പക്ഷേ നിഫ്റ്റിയും സെൻസസും ഒക്കെ 10-20% താഴെയൊക്കെ വന്നേക്കാം. നിഫ്റ്റി ഒരു പക്ഷേ 19,200, അതുപോലെ തന്നെ സെൻസസ് ഒരു പക്ഷേ 63,000, 63,300 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളാണ് കറണ്ട് ലെവൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീവിയസ് സിറ്റുവേഷൻസൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ യുദ്ധം നമ്മളെ സംബന്ധിച്ച് അഗ്രസീവ് യുദ്ധം വരികയാണെങ്കിൽ നമ്മുടെ എക്കണോമിനെ ബാധിക്കും, അതുപോലെ തന്നെ റിക്കവറിനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ റുപ്പി വീണ്ടും വലിയ രീതിയിൽ ക്രാഷ് ചെയ്തേക്കാം. അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്ന ഗോൾഡ് പോലുള്ള കമോഡിറ്റികളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സേഫാക്കി കീപ്പ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടും കൂടി നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഇക്വിറ്റി മാർക്കറ്റ് വോളറ്റൈലാണ്. ഒരു വാർ പോലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ വാർ വരുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആകുമ്പോൾ പോകുന്നത് ഇക്വിറ്റി മാർക്കറ്റുകൾ തന്നെയാണ്. വലിയ രീതിയിൽ അഗ്രസീവ് വാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടു മീഡിയം ടൈമിൽ ഒന്നും തന്നെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു നേട്ടമൊന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. മറിച്ച് ലോങ് ടൈമിലാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ വാർ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയലൂഷൻ വരുമ്പോഴുള്ളൊരു റിക്കവറിയിൽ ഉണ്ടാകുന്ന ഷോർട്ട് ടൈം ഗെയിമിനൊക്കെ ഉണ്ടാവാം. അല്ലാത്ത പക്ഷം ഒരു ഡിപ്രഷൻ തന്നെയാണ് വരാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ, പ്രൊവൈഡഡ് ദാറ്റ് ഈ വാറൊക്കെ വലിയ രീതിയിൽ വഷളായി നീണ്ടു പോവുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ടെററിസ്റ്റ് അറ്റാക്ക് തീർച്ചയായിട്ടും തിരിച്ച് ഒരു ആൻസർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് എന്ത് തരത്തിലുള്ള ആക്ഷനാണ് എടുക്കാൻ പോകുന്നതിനനുസരിച്ചിട്ടുള്ളൊരു റിയാക്ഷൻ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സ് ആണ്. പക്ഷേ വെള്ളിയാഴ്ചയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സ് വലിയ രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് ഇപ്പോൾ റീറ്റെയിലേഴ്സാണ്. അപ്പോൾ ആ റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഭീതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും
തീർച്ചയായിട്ടും അത് മാർക്കറ്റിലൊരു സെൽ ഓഫിന് കാരണമാക്കും. നമ്മുടെ മാർക്കറ്റുകൾ മാത്രമല്ല, ഗ്ലോബലി ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിലും റീറ്റെയിലേഴ്സാണ് ഒരു മേജർ ഫോഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റീറ്റെയിലേഴ്സിൻ്റെ ഒരു മാസ് സൈക്കോളജിയും കൂടി നമ്മുടെ മാർക്കറ്റിൽ ഇമ്പാക്റ്റഡ് ആവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതിൻ്റെ ഒരു ഇനീഷ്യൽ റിയാക്ഷനാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഹംബിൾ സജഷൻ എന്ന് പറയുന്നത് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത് നന്നായിരിക്കും ഇൻവെസ്റ്റേഴ്സ്. വെരി ലോങ് ടൈം വെരി ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത പക്ഷം ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം നല്ല പ്രോഫിറ്റബിലിറ്റിയിൽ ഇരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ നല്ലതാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ പോർട്ട്ഫോളിയോ മാർക്കറ്റ് ഫാൾ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഡെറിവേറ്റീവ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യാനായിട്ട് അറിയാത്ത ഇൻവെസ്റ്റേഴ്സ് ഈ കാര്യത്തിന് മുതിരരുത്. കാരണം തെറ്റായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോസ് കൂടാനുള്ള ചാൻസുകളാണ് കാണുന്നത്. അപ്പോൾ ഒരു വാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങുക, അതുപോലെ തന്നെ സ്ട്രോങ് ബാങ്കുകളിലെ ബോണ്ടുകൾ വാങ്ങുക, ഒപ്പം ഗോൾഡ് വാങ്ങുക. ഇതൊക്കെയാണ് ഒരു സൊല്യൂഷനായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും വാർ വരുമ്പോൾ പല സെക്ടേഴ്സിനൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സെക്ടറുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ വാറിൻ്റെ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് പൊതുവെ നെഗറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യാറ്. വളാട്ടിലിറ്റി കൂടും. പോസിറ്റീവ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മുന്നേറ്റമൊക്കെ വരും. പക്ഷേ അതേസമയം എക്കണോമിയുടെ ഓവറോൾ പെർഫോമൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിഫ്ലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു വാർ എന്നൊക്കെ പറയുന്നത്. രണ്ട് രാജ്യങ്ങളും അത്തരത്തിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള വാറിലേക്ക് പോയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തീർച്ചയായിട്ടും കാശ്മീർ ടെററിസ്റ്റ് അറ്റാക്കിനൊരു ആൻസർ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വളാട്ടിലിറ്റി മാർക്കറ്റിലുണ്ടാകാനുള്ള സാധ്യതകളും തീർച്ചയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക്കാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഫയർ, അതുപോലെ തന്നെ ലേബർ പ്രോബ്ലംസ്, അതുപോലെ തന്നെ വാർ, ഇത്തരത്തിലുള്ള ഇവൻറ്റുകളിൽ നിന്നുള്ള റിസ്കുകളെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്കുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ റിസ്കുകളെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. മറിച്ച് സിസ്റ്റമാറ്റിക് റിസ്കുകളുണ്ട്. എക്കണോമിക് പോളിസി ചേഞ്ചസ് കൊണ്ടുവരുന്ന റിസ്കുകൾ, റെഗുലേറ്ററി പോളിസി ചേഞ്ചുകളിൽ നിന്ന് വരുന്ന റിസ്കുകൾ, ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് റിസ്കുകളെ മെഷർ ചെയ്യാൻ സാധിക്കുമ്പോൾ അൺസിസ്റ്റമാറ്റിക് റിസ്കുകളെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് നല്ലതാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ പോർട്ട്ഫോളിയോസ് ആർക്കും വിറ്റുമാറാനൊന്നും താല്പര്യമില്ലെങ്കിൽ സ്വന്തം പോർട്ട്ഫോളിയോസൊക്കെ പേഷ്യൻസ് അത്രയും കറേജിയസ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഹെഡ്ജ് ചെയ്യാതെയൊക്കെ മുന്നോട്ട് പോവാം, പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്തോട്ട് മുന്നോട്ട് പോവാം. അതേസമയം മാർക്കറ്റ് ഫാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ആ ഫാളിൽ നിന്ന് നമുക്കൊരു ഗെയിൻ കിട്ടാൻ അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള ഹെഡ്ജ് സ്ട്രാറ്റജികളിൽ ഏർപ്പെടുന്ന കാര്യക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ആലോചിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ സ്ട്രാറ്റജികളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഈ ഡെറിവേറ്റീവ് സ്ട്രാറ്റജികൾ അറിയാത്തൊരു ഇൻവെസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പോകരുത്. കാരണം തെറ്റായി പോയി കഴിഞ്ഞാൽ വലിയ ലോസസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷനോടുകൂടി എന്താണ് സ്ട്രാറ്റജി, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വരാൻ പോകുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. ഞാൻ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി നോർമലായിട്ട് ഫോളോ ചെയ്യാവുന്ന, വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്നൊരു സിമ്പിൾ ഹെഡ്ജിങ് സ്ട്രാറ്റജി പറഞ്ഞു തരാം. ഇത് നിഫ്റ്റി ഓപ്ഷൻസ് വെച്ചിട്ടാണ്, നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് ഹെഡ്ജ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു ഇൻവെസ്റ്റർ 40 ലക്ഷം വർത്ത് സ്റ്റോക്കുകൾ, 40 ലക്ഷം രൂപ വർത്ത് സ്റ്റോക്കുകൾ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് 10% താഴെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻഡെക്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 24,039 ആണ്, 10% താഴെ പോവുകയാണെങ്കിൽ 2,400 പോയിന്റ് താഴെ പോവും.
അപ്പോൾ ആ 2400 പോയിന്റ് താഴെ പോകുന്ന അവസ്ഥയിൽ 40 ലക്ഷത്തിൽ നിന്ന് തീർച്ചയായിട്ടും 4 ലക്ഷം 10% എന്ന് പറയുമ്പോൾ 4 ലക്ഷമാണ്. 4 ലക്ഷം താഴെ പോയിട്ടുണ്ടാവും. അപ്പോൾ 36 ലക്ഷം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ലോസ് എങ്ങനെയാണ് നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജിയിൽ കൂടെ നികത്താൻ സാധിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് 40 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എങ്കിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന 24,039 ആണെങ്കിൽ അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ വെരി നിയർ ദ മണി പുട്ട് ഓപ്ഷൻസ് നിഫ്റ്റിയുടെ വാങ്ങുക. അതായത് 24,000 പുട്ട് ഓപ്ഷൻസ് വാങ്ങുക. അപ്പോൾ എത്ര പുട്ട് ഓപ്ഷൻസ് വാങ്ങണം എന്നുള്ളൊരു കാര്യമാണ് പിന്നത്തെ ഒരു സംശയം. ഇതിനൊരു സിമ്പിൾ ഫോർമുലയുണ്ട്. അപ്പോൾ ആ സിമ്പിൾ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ലക്ഷം ഡിവൈഡഡ് ബൈ നിഫ്റ്റി അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ അതായത് 24,000 ഇൻറ്റു 75 എന്ന് പറയുന്നതാണ് മാർക്കറ്റിലോട്ട്. അങ്ങനെ വരുമ്പോൾ 24,000 ഇൻറ്റു 75 എന്ന് പറയുമ്പോൾ 18 ലക്ഷമാണ് വരിക. 40 ലക്ഷമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ. അപ്പോൾ 40 ലക്ഷം ഡിവൈഡഡ് ബൈ 18 ലക്ഷം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗർ 2.22 ആണ്. അതായത് 40 ലക്ഷം വർത്ത് പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടെ 24,000 2.22 പുട്ട് ഓപ്ഷൻസ് വാങ്ങണം. അപ്പോൾ ഫ്രാക്ഷനായിട്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങാനായിട്ട് സാധിക്കില്ല. ഒന്നുകിൽ 2 പുട്ട് ഓപ്ഷൻ വാങ്ങാം, അല്ലെങ്കിൽ 3 പുട്ട് ഓപ്ഷൻ വാങ്ങാം. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ 2 പുട്ട് ഓപ്ഷൻ വാങ്ങി എന്നിരിക്കുക. അവ 2 പുട്ട് ഓപ്ഷൻ വാങ്ങി കഴിഞ്ഞ് നിഫ്റ്റി താഴെ പോയി 10% താഴെ പോകുമ്പോൾ 24,000 സ്ട്രൈക്ക് പ്രൈസ് ആണ്. അപ്പോൾ 2,400 10% എന്ന് പറയുമ്പോൾ 2,400 പോയിന്റ് താഴെ പോയി. ഇപ്പം 2,400 പോയിന്റ് ഇൻറ്റു 75 മാർക്കറ്റിലോട്ടാണ് 75 ഇൻറ്റു 2 പുട്ട് ഓപ്ഷൻ വാങ്ങിയിരിക്കുന്നത് 2. അങ്ങനെ നോക്കുമ്പോൾ 3,60,000 രൂപ ഈ പുട്ട് ഓപ്ഷൻ വാങ്ങുമ്പോൾ ഈ ഇൻവെസ്റ്റർക്ക് മാർക്കറ്റ് 10% താഴെ പോകുമ്പോൾ ലഭിക്കും. അതേസമയം 40 ലക്ഷം പോർട്ട്ഫോളിയോ വാല്യൂ 10% താഴെ വന്ന് 36 ലക്ഷത്തിലേക്ക് താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 40 ലക്ഷത്തിൽ നിന്ന് 36ലേക്ക് താഴെ വരുമ്പോൾ 4 ലക്ഷം ലോസായി. 2 പുട്ട് ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ 3.6 ലക്ഷം അതിൽ നിന്ന് ലാഭം കിട്ടി. അപ്പം നെറ്റ് ലോസ് വരുന്നത് 40,000 രൂപ മാത്രമേ ഉള്ളൂ. പ്ലസ് പ്രീമിയം എത്രയാണ് പുട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ആ പ്രീമിയം കൂടി വരും. ഇനി 2 പുട്ട് ഓപ്ഷന് പകരം 3 പുട്ട് ഓപ്ഷനാണ് വാങ്ങിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് 5,40,000 രൂപ പുട്ട് ഓപ്ഷനിൽ ഗെയിൻ കിട്ടും. 10% മാർക്കറ്റ് താഴെ പോയിട്ടുള്ളൂ. 4 ലക്ഷം രൂപ മാത്രമാണ് 40 ലക്ഷത്തിൽ നിന്ന് പോയിട്ടുള്ളൂ. ഇവിടെ 1,40,000 രൂപ കൂടുതൽ കിട്ടാണ് ഈ പുട്ട് ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ വരുമ്പോൾ. ഇത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു പുട്ട് ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി. മറ്റ് സ്ട്രാറ്റജികൾ അറിയാതെ ഡെറിവേറ്റീവ് സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ ലോസസ് വരും. അപ്പോൾ ഈ സിമ്പിൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസരത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് പേഷ്യൻസ് വേണം. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ ഇതൊരു ഇൻഷുറൻസ് ആണ്, നമ്മുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിനൊരു പ്രീമിയം കൊടുക്കുന്നുണ്ട്. ആ പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഒരുപക്ഷെ 2 പുട്ട് ഓപ്ഷന് പകരം 3 പുട്ട് ഓപ്ഷൻ വാങ്ങുമ്പോൾ ഈ പ്രീമിയം കൂടി നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടും. കാരണം പ്രീമിയത്തിനേക്കാളും കൂടുതൽ ലാഭം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി വാറൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കൊടുക്കുന്ന പ്രീമിയം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ എപ്പോഴും അൺസർട്ടൺ ടൈമിൽ, ഇത്തരത്തിലുള്ള അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉള്ള ടൈമിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. സിമ്പിൾ സ്ട്രാറ്റജി. ഇനി ഇതൊന്നും താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ്, ഞാൻ ഇത്ര ലോസൊക്കെ സഹിക്കാം, ഈ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ലോസ് സഹിക്കാതിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ 24,000 പുട്ട് ഓപ്ഷന് പകരം 23,000 പുട്ട് ഓപ്ഷൻ വാങ്ങിയാൽ മതി. അപ്പോൾ അത്രയും കുറവ് പ്രീമിയം കൊടുക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ അവസരത്തിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത്. ഗോൾഡിൻ്റെ എക്സ്പോർട്ട്
എക്സ്പോഷർ കൂട്ടുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബോണ്ടുകളിൽ, അതുപോലെ തന്നെ സ്ട്രോങ് ബേസുള്ള ബാങ്കുകളുടെ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം സെക്യൂരിറ്റൈസ്ഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റും കൂടി നമ്മുടെ ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആണ്. ഓൺലൈൻ ബോണ്ട് പ്ലാറ്റ്ഫോമുകളിൽ കൂടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രിപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഓൺലൈൻ ബോണ്ട് പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്ന SDIs അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള SDIകളിലും ഇൻവെസ്റ്റേഴ്സിന് ഈ അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഡെറ്റ്, ഗോൾഡ്, SDI പോലുള്ള പ്രോഡക്റ്റുകളാണ് ഇത്തരത്തിലുള്ള അൺസിസ്റ്റമാറ്റിക് റിസ്ക് സിറ്റുവേഷൻസിലൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ വീക്കിലി പോഡ്കാസ്റ്റിലുള്ളത്. നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വളാട്ടയിൽ ഓപ്പണിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ബോർഡറിലത്തെ ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റുകൾ, പാകിസ്ഥാൻ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റുകൾ, എങ്ങനെയാണ് ബോർഡർ സിറ്റുവേഷൻ വലിയ രീതിയിൽ ഫ്ലൈറപ്പ് ചെയ്യുമോ അതേ ഡൈല്യൂട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ഒപ്പം ഗവൺമെൻറ് എല്ലാ ന്യൂസ് ഏജൻസികൾക്കും ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ബോർഡർ റിലേറ്റഡ് അല്ലെങ്കിൽ കാശ്മീർ റിലേറ്റഡ് ന്യൂസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവും കൊടുത്തിരുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ റിയൽ സിറ്റുവേഷൻ നമുക്കൊന്നും തന്നെ ഇമ്മീഡിയറ്റായിട്ട് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നാളെ മുതൽ മാർക്കറ്റിൽ ആക്ടിവിറ്റീസ് ആരംഭിച്ചാൽ മതി. ഒപ്പം ഞാൻ ഇപ്പോൾ പറയുന്നു, ഈ അൺസർട്ടനിറ്റി മാറുന്നത് വരെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ ഇപ്പോൾ നടത്തണ്ട, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹെഡ്ജിങ് സ്ട്രാറ്റജികൾ വേണമെങ്കിൽ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.